നെടുമങ്ങാട് മുണ്ടേല സ്വദേശിയായ ശ്രീ അഷ്റഫ് 6 മാസമായിട്ട് ഇവിടെ കവടിയാറിൽ നമ്മുടെ ഗവർണറിൽ നിന്ന് കവടിയാറ് പഴയ പരവേശപ്പിള്ളയുടെ പമ്പിലേക്ക് പോകുന്ന ആ വഴിയിൽ ഗവർണറിൽ നിന്ന് കവടിയാർ പമ്പിലേക്ക് പോകുന്ന വഴിയിൽ 6 മാസമായിട്ട് ഗംഭീരമായിട്ടുള്ള ചായയും പടകളും ഒക്കെ ഉണ്ട്. എന്നാലും പ്രധാനമായിട്ടുള്ള ബിരിയാണിയാണ്. അപ്പോൾ ഞാനിപ്പോൾ രാവിലെ നടന്നിട്ട് തിരിച്ചു വരാൻ നേരത്ത് ഈ ഭയങ്കര കാഴ്ച കാണുകയാണ്. അതുകൊണ്ട് സംഭവം അടിപൊളിയായിട്ടുണ്ടെന്ന് വെച്ചാൽ ബിരിയാണി അങ്ങനെ തയ്യാറായി വരികയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച് ചിക്കനൊക്കെ ചിക്കൻ വെക്കുന്ന കണ്ടപ്പോഴത്തേക്ക് ചിലപ്പോൾ ഇനി ചിക്കൻ ഫ്രൈ ആയിരിക്കും. അപ്പോൾ അതല്ല, പാഴ്സൽ ഒരു മരുന്ന് ആകുമ്പോഴത്തേക്ക് പാഴ്സൽ റെഡിയാവും. അപ്പോൾ അത് നല്ല ഹൈജീനിക്കായിട്ടുള്ള ലൈവായിട്ട് വളരെ വൃത്തിയായിട്ടും ഹൈജീനിക്കായിട്ടാണ് കേട്ടോ. നല്ല ഇതായിട്ടുള്ള ഒരു വിധത്തിലുള്ള പൊടിയോ ഒന്നും വീഴാത്ത രീതിയിൽ അദ്ദേഹം തന്നെ തയ്യാറാക്കുകയാണ്. ശ്രീമാൻ അഷ്റഫ്. പിന്നെ നമ്മുടെ നെടുമങ്ങാട് മുണ്ടേല എന്ന് പറഞ്ഞാൽ വളരെ പ്രശസ്തമായിട്ടൊരു സ്ഥലമാണ്. മുണ്ടേല ഒരുപാട് ആൾക്കാരുണ്ട്. ജയേന്ദ്രൻ മുണ്ടേല, നമ്മുടെ കവി സാഹിത്യകാരൻ പൂക്കാസായിടൊക്കെ കവിയാറിലെ അതിൻ്റെ ആദ്യത്തെ ചേരുവകളൊക്കെ ചേർത്ത് വറുത്ത് വെച്ചതിന് ശേഷം അതിൻ്റെ പച്ചമുളകൊക്കെ അരിഞ്ഞ് അതിൻ്റെ മുളക് പൊടിയൊക്കെ ഇട്ട് വേണ്ട ചേരുവകളൊക്കെ ചേർത്ത് വറുത്ത് വെച്ചതിന് ശേഷം പിന്നെ ഈ അരി കഴുകി വൃത്തിയാക്കി അത് അരിയിൽ ചില നെയ്യും അങ്ങനെയുള്ള ചില സാധനങ്ങൾ ചേർക്കണം. അത് ചേർത്ത് അടച്ചു വെച്ചിട്ട് അദ്ദേഹം പിന്നെ വീണ്ടും ചായയിലേക്കുള്ള അപ്പോൾ 2 in 1 ആണ്. ചായ പലഹാരങ്ങൾ അതിൻ്റെ കൂട്ടത്തിൽ ചായ പലഹാരങ്ങൾ അത് കണ്ടോ നല്ല മൂടി നല്ല വൃത്തിയായിട്ട് വെച്ചേക്കാണ്. മൂടി ഒരു പൊടി പോലും കയറുന്നില്ല. അപ്പോൾ ആളുകൾക്കൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹം നമ്മുടെ ഒരു ഓട്ടോറിക്ഷ അദ്ദേഹം വന്നിട്ട് 5 ഇങ്ങനെ വെയിറ്റ് ചെയ്തിപ്പോണ്ട് ബിരിയാണി റെഡി. പിന്നെ ഹിന്ദിക്കാരൊക്കെ നോക്കിപ്പോൾ 11 മണിയാകുമ്പോഴത്തെ ലൈവ് ആയിക്കോളും. അപ്പോൾ ഇപ്പോൾ ഒരു 9:30 മണിക്ക് ആയുള്ളൂ. അപ്പോൾ 9 മണിക്ക് ആയുള്ളൂ. 2 മണിക്കൂർ തന്നെ ലൈവായിട്ട് ഈ സംഭവം അങ്ങനെ ചിക്കൻ ബിരിയാണി. അപ്പോൾ അരി അടച്ചു വെച്ചു. അപ്പോൾ ഞാനെന്ത് പെൻസെന്നുള്ളൂ. ഇപ്പോൾ എനിക്ക് അത്യാവശ്യം ചിക്കൻ ബിരിയാണി ഉണ്ടാക്കണമെങ്കിലുള്ള സ്കോപ്പ് ചെയ്യാൻ നോക്കുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് അദ്ദേഹത്തിന് അഷ്റഫ് സാഹിബിന് തടസ്സമാകാത്ത രീതിയിൽ ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. പാചകം മുടക്കി കഴിഞ്ഞാൽ സംഭവം കടയിൽ ഡിലേ വരും. അത് കാരണം ആളുകൾ വരുമ്പോൾ അപ്പോൾ അതിനിടയിൽ ഞാൻ തന്നെ ഇപ്പോൾ അത് നോക്കി മനസ്സിലാക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ഇപ്പോൾ ഈ പച്ചവളമൊക്കെ എല്ലാം കഴുകിയൊക്കെ വൃത്തിയേക്കുവാണ്. അപ്പോൾ അതിനടുത്ത് ഇത് വെച്ചു. മറ്റേ നമ്മുടെ ബിരിയാണി ഉണ്ടാക്കേണ്ട പാത്രം വെച്ചു. അപ്പോൾ അതിനിടയ്ക്ക് ഇതിനകത്തൊരു സാധനം തിളച്ച് വരുന്ന ഉള്ളിയും അങ്ങനെയുള്ള ബിരിയാണിക്കുള്ള ഉള്ളി കരിയാപ്പില കുറേ സാധനങ്ങളുണ്ട്. അതിനൊക്കെ ഇട്ടിട്ടുണ്ട്. അത് തിളച്ച് വരുന്നത്. പിന്നെ ഇതിൻ്റെ നെയ്യ് ശുദ്ധമായിട്ടുള്ള നെയ്യ് തന്നെ, പശു നെയ്യ്, മിൽമ നെയ്യ്, മിൽമയുടെ കുരുടിയുടെ ഒക്കെ നെയ്യ് അങ്ങോട്ട് നെയ്യിട്ട് പിന്നെ അടുത്തത് ഉപ്പിട്ട് തക്കാളി ഉള്ളി കരിവേപ്പില പച്ചമുളകിനെ കൂടെ കുഴച്ച് അത് അതിനകത്തിട്ട് കടുക് വറക്കുന്ന പരിപാടിയാണ്. അത് നെയ്യിലാണ് കടുക് വറക്കുന്നത്. കടുക് വറുത്ത് ഇളക്കി അങ്ങനെ മറ്റേ സാധനം വിടുന്നത് ചെയ്യുന്നുണ്ട്. നമ്മുടെ അത് ഉള്ളിയും എല്ലാം കൂടെ ചിക്കൻ അവിടെ വേറെ ഇരിക്കുന്നു. അതിനൊരു രീതിയുണ്ട്. അത് രീതി എന്ന് വെച്ചാൽ ഒരു 10-30 വർഷം തരക്കം വന്ന പാചക ശിരോമണിയാണ് നമ്മുടെ ശ്രീമാൻ അഷ്റഫ് മുണ്ടേല സ്വദേശി അഷ്റഫ്. അപ്പോൾ അദ്ദേഹം നേരത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രമുഖ ഹോട്ടലിൽ നമ്മുടെ പേരുക്കിടയിലുള്ള മജസ്റ്റിക്കൽ ഹോട്ടലിൽ ചിലപ്പോൾ അളവുണ്ട്. അപ്പോൾ ഞാൻ വല്ല ചോദിച്ചു കഴിഞ്ഞാൽ അളവൊക്കെ തെറ്റി. അപ്പോൾ ഇത്രയും ഗ്ലാസ് അതൊരു 6-5 ഗ്ലാസ് ആ പാത്രത്തിൽ ചെള്ളുന്ന രീതിയിലുള്ള വെള്ളം ഒഴിച്ച് നിറച്ചു. ഇനിയിപ്പോൾ അത് അടച്ചു വയ്ക്കാൻ പോകും. അപ്പോൾ 2 ഗ്യാസിനകത്താണ് പ്രയോഗം. ഇനിയിപ്പോൾ അപ്പോൾ അതിനിടയ്ക്ക് ചായ റെഡിയാണ്. അപ്പോൾ ചായ വന്നേ അപ്പോൾ അതാണ് ഒരു
ഇപ്പം നല്ല കൈത്തിരക്കം ഉണ്ടെങ്കിൽ പാചകം മാത്രം ഇത്തരം സാധനങ്ങൾ നടത്തണമെങ്കിൽ നല്ല ഇപ്പം ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്നത് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇതിനകത്തൊരു പ്രധാനമായിട്ടുള്ള ഒരു മെസ്സേജ് എന്ന് പറയുന്നത് നല്ല കൈത്തിരക്കം ഉള്ളവർക്ക് ഇതുകൊണ്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാര്യം ഇതിൽ അവിടെ ഇവിടെ ആയിട്ടുള്ള അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ സംശയങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ടിക്കാതെ. ഇനി വേറെ ഒരുപാട് സംശയങ്ങളുണ്ട് ഇത് ചേർക്കുന്നതൊക്കെയുള്ള അതൊക്കെ ചേർക്കേണ്ട അറിയാം, എല്ലാവർക്കും അറിയുകയും ചെയ്യാം. അപ്പോൾ ഏതായാലും നമ്മുടെ അഷ്റഫ് മുണ്ടയിലേക്ക് എല്ലാ വിധത്തിലുള്ള അഭിവാദ്യങ്ങളും ലാൽ സലാം.